ഇന്ന് കേന്ദ്രമന്ത്രിയുടെ തരം താഴ്ന്ന വാക്കുകൾ അദ്ദേഹം പ്രയോഗിച്ചത് അത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചതാണോ എന്നുള്ളത് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് അത്തരം തരം താഴ്ന്ന വാക്കുകളൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് അത് യോജിക്കില്ല എന്നുള്ള കാര്യം പറയേണ്ടി വരും. അപ്പോൾ അത്തരം തരം താഴ്ന്ന രീതിയിൽ വാനരന്മാർ എന്ന വാക്കൊക്കെ ഒരു കേന്ദ്രമന്ത്രിയെ പോലെയുള്ള, ഞാൻ കേന്ദ്രമന്ത്രിയാണെന്ന് അഭിമാനിക്കുകയും കേന്ദ്രമന്ത്രിക്ക് ഒട്ടും യോജിക്കാത്ത തരം താഴ്ന്ന വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെപ്പറ്റി നന്നായി ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഇതൊക്കെ തൃശ്ശൂർക്കാർക്ക് അപമാനമാണ്. തൃശ്ശൂർക്കാർക്ക് അതൊക്കെ തൃശ്ശൂരിൻ്റെ പ്രതിനിധിയൊക്കെ ഇരുന്നുകൊണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എതിരാളികളായിട്ടുള്ള ആളുകളെയും ബഹുമാനിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമായ ചില നിയമപ്രശ്നങ്ങളും അതുപോലെ തന്നെ ഭരണഘടനാപരമായ ചില വിഷയങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കേന്ദ്രമന്ത്രി ഇവിടെ ഇടയ്ക്ക് വന്നിട്ട് ഓരോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഈ പത്രക്കാരുടെ മുമ്പിൽ വന്ന് കേട്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നത് അത് അദ്ദേഹത്തിന് യോജിച്ചതാണോ എന്നുള്ള കാര്യം അദ്ദേഹം ഒന്ന് സ്വയം രാത്രി കിടക്കുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾക്കൊക്കെ ദൈനംദിനം ഉണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം പൊതുപ്രവർത്തകർക്കുണ്ട്, പ്രത്യേകിച്ച് മന്ത്രിമാർക്കുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവുമ്പോൾ അതിന് മറുപടി പറയണം. അത് പറയേണ്ടത് വസ്തുതാപരമായിരിക്കണം. അത് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലായിരിക്കണം. അദ്ദേഹത്തിനെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ അതിന് ഇതുപോലെയുള്ള തെറിവാക്കുകൾ പറയലല്ല ഒരു കേന്ദ്രമന്ത്രി ചെയ്യേണ്ടതെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.